ഹായ് കൂട്ടുകാരെ, നമ്മുടെ പാരഡൈസിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പപ്പയും ആദിക്കുട്ടനും കൂടെ നമ്മുടെ ചീനിയമിരിക്ക പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കാണിട്ട് ഇത്രയും കിട്ടി. ഇവിടെ നമുക്കൊരു 3, 4, 5 തൈ കൊണ്ട് നട്ടതാണ്. തൈയല്ല, വിത്ത് നട്ടതാണ് പൊടിച്ചത്. അപ്പം അമ്മ വെള്ളം നനയ്ക്കണേക്ക് എന്നും കാണുമായിരിക്കും എല്ലാവരും. അപ്പോൾ അതിൽതാ ചീനിയവരിക്ക നമുക്ക് കിട്ടി. ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിന്ന് ബാക്കി വിശേഷങ്ങൾ, നമ്മളെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം ഓരോന്നായിട്ട് കാണാം. അടുത്ത് നമ്മുടെ കത്തിരിക്കയും അടക്കാൻ പാകമായിട്ടുണ്ട്. നമ്മൾ അതും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇത്രയും വലിപ്പമുള്ള കത്തിരിക്കയാണ് നമുക്ക് കിട്ടിയത്. 2 കത്തിരിക്ക കിട്ടി. ഇനി ഒന്നും കൂടെ ഉണ്ടത് പാകമായിട്ടില്ല. പയറ് 2 എണ്ണേ അടക്കാറായോളൂ. ബാക്കിയൊക്കെ നിൽക്കണുണ്ട് ചെറുത്, അത് അത്രയും മൂത്തിട്ടില്ല. 2 പയറ് കിട്ടി. നല്ല വണ്ണം ഉള്ള പയർ. അങ്ങനെ നമ്മളെ വീടിന്റെ മുറ്റത്തൂടെ നടക്കുന്ന കാഴ്ചയാണിത്. കുരങ്ങന്മാര് ഇത് ചാടിക്കളിക്കുന്നു. ഇന്ന് 2 പേരെ എത്തിയോളൂ. എന്തൊക്കെ ഇരുന്ന് കഴിക്കുവാണ്. ഇന്ന് 2 പേരെ എത്തിയോളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ആളുകൾ വരും. ഇന്ന് 2 പേരെ വന്നോളൂ. പഴം കൊടുക്കുന്നു, അത് വാങ്ങിച്ച് കഴിക്കണു. ഒരാളെ കണ്ടില്ലല്ലേ? ഒരു കുട്ടിക്കുരങ്ങ് അവിടെ ഇരുന്ന് പേരയ്ക്ക പറിച്ച് കഴിക്കുന്നു. പേരയ്ക്ക പറിച്ച് കഴിച്ചോണ്ടിരിക്കുവാണ് ഒരു കുട്ടിക്കുരങ്ങ്. എൻ്റെ അമ്മയായിരിക്കും ഇത് ഇവിടെ ഇരുന്ന് പഴം കഴിക്കണേ. വേറൊരു വലുത് അവിടെ മതിലിരുന്ന് പേരയ്ക്ക കഴിക്കണു. പേരയ്ക്ക ഈ മരത്തിന്ന് പറിച്ച് കഴിക്കണേണ്. ഇങ്ങനെ നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള എന്താണോ അത് കൊടുക്കും. ഇന്ന് കുറച്ചാണ് വന്നത്, ഒരുപാട് ഒരുമിച്ചാണ് വരണേ. അമ്മയും കുഞ്ഞുമായിട്ട് നിൽക്കണുണ്ടോ? അമ്മയും കുഞ്ഞുമായിട്ട്. ഇതൊരു ഫാമിലി.
അങ്ങനെ കുരങ്ങന്മാരൊക്കെ ഓടിച്ചാടി അവരൊക്കെ അവരെ വീട്ടുകളിൽ പോയി. അങ്ങനെ അമ്മ ഇതാ ഇന്ന് നമുക്കിവിടെ നാടൻ കോഴിക്കറിയാണേ. അപ്പം അമ്മ അത് വയ്ക്കുവാണ്. കടുകും വറ്റൽമുളകൊക്കെ പൊട്ടിച്ചു. ഇനി ഇത്രയും മുഴുവൻ മസാല ഇടണം. പെരിഞ്ചീരകം, അത് വലിയ ജീരകം, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ബേ ലീഫ്, പട്ട, ഇത്രയും കൂടെ അമ്മ വെളിച്ചെണ്ണയിലിടും. ഇങ്ങനെയാണ് ഇവിടെ നാടൻ കോഴിക്കറി വെക്കണേ. അപ്പോൾ നമ്മൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഒരു റെസ്റ്റിന് ശേഷം അങ്ങനെ നമ്മൾ ഇന്ന് നോൺ വെജ് കഴിക്കാൻ പോകുകയാണ്. നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ റംസാൻ്റെ അന്ന് വെക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. നമ്മൾ കോഴിയൊക്കെ കട്ട് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ വേറെ കുറച്ച് തിരക്കുകൾ വന്നു, അതങ്ങനെ നടന്നില്ല. അങ്ങനെ അമ്മ റംസാനുള്ള ഡിഷസൊക്കെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാണ്. അങ്ങനെ അതിൽ ഉള്ളി തട്ടി. ഇത് ബിരിയാണിക്കുള്ള വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഇതൊക്കെയാണ്. പിന്നെ നമ്മളിവിടെ ബ്രെഡും കൂടെ വറുത്തിടും ബിരിയാണിക്കകത്ത്. എല്ലാവർക്കും അത് ഇഷ്ടമാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഇങ്ങനെ ബ്രെഡും കൂടെ വറുത്തിടാറുണ്ട്. എന്നിട്ടിതാ പനീർ ഫ്രൈ ചെയ്യാൻ അമ്മ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുവാണ്. ഇവിടെ പനീർ എങ്ങനെ വെച്ചാലും ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് അമ്മ ഇതാ പനീർ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഫ്രൈ ചെയ്യണം. ഇതിലമ്മ ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇടണം. ഇനി അടുത്തത് മരിച്ചിനിയാണ്. അതിനെ അമ്മ കുത്തിപ്പൊടിച്ചെടുക്കും. അതൊക്കെയാണ് ഇന്നത്തെ ഡിഷസ്. ചോറ് വെച്ചായിരുന്നു. ഇത് ബിരിയാണിക്കുള്ള റൈസ്, ജീരക കൈമ അമ്മ വേവിച്ച് വെച്ചതാണ്. അത് പിന്നെ മരിച്ചിനിയാകുന്നു. ചിക്കൻ ഇപ്പോൾ ആകും. പനീർ, ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ ഉച്ചത്തെ ഡിഷസ്. എല്ലാം പെട്ടെന്ന് ചെയ്യണം. നമുക്കിവിടെ തൊഴുത്തിലിറങ്ങാനുണ്ട്. ഇപ്പോൾ തന്നെ മണി 11:30 ആയി. 12:30 ഇറങ്ങാം. 1 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം റെഡിയാക്കണം. ഈ ഉള്ളി ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതി. നമ്മൾ നാടൻ കോഴി ഇറച്ചില്ല, അപ്പോൾ വേവുണ്ട്. അതുകൊണ്ട് ഉള്ളി ചെറുതായിട്ട് വാടി വന്നപ്പോൾ തന്നെ അമ്മ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല 1 സ്പൂൺ ഇട്ടോളൂ. ഇനി വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് കുറച്ചുകൂടി ഇടുമ്പോൾ ഒരു മണം വരും. ഇത്രയാണ് ഇട്ടത് മസാലകൾ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയും പൊടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ മസാല നന്നായിട്ട് ഇട്ട് ഇങ്ങനെ വഴറ്റണം. ഇതാ മുളക് തട്ടി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അടച്ചു വെക്കണം അല്ലേ അമ്മ? വെള്ളം കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിനെ അടച്ചു വെക്കും. ശകലം. ഇപ്പോഴാണെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാവും. പിന്നീടാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ഇതിലൊഴിക്കാൻ പാടുള്ളൂ. ഇപ്പം ഈ സമയത്ത് പച്ചവെള്ളം ഒഴിക്കാം. അപ്പം വെള്ളം ഒഴിച്ചിനി അടച്ചു വെക്കും. എത്ര സമയം വേഗം ഉണ്ട്? 1 മണിക്കൂർ. ഇത് 1 മണിക്കൂറാണ്. നമ്മളെ വീട്ടിലെ കോഴിയാണ്. ഈ കോഴിയുടെ വേഗം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. 1 മണിക്കൂർ കഴിയുമ്പോൾ തുറന്നു നോക്കാം. എന്നിട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അപ്പം. അങ്ങനെ ചിക്കൻ അതാ തിളച്ച് അമ്മ അതിൽ കറിവേപ്പില ഇട്ടായിരുന്നു. ഇനി നമ്മൾ 1 ഇലയും കൂടെ ഇതിലിടും. ആ ഇല എന്താന്ന് കാണിച്ചിടാവേ. ഇതാ ഈ ഇല ഇവിടെ രമ്പ ഇല എന്ന് പറയും, ഇറച്ചി ഇല രമ്പ ഇല എന്നൊക്കെ പറയും. ഇതിവിടെ ചിക്കനിലും ബിരിയാണിയിലൊക്കെ നമ്മളിടും. നല്ല മണമാണ് ഇലയ്ക്ക്. അപ്പോൾ അതും കൂടെ ഇട്ട് അടച്ച് വെക്കുക. നമുക്ക് പശുവിന് അഴിക്കാൻ പോകുന്ന സമയമായി. പുറത്ത് 2 പശുക്കളെയും കൂടെ കൊണ്ടിപ്പം കെട്ടും. അപ്പോൾ അതിനെപ്പോഴും അഴിച്ചുകൊണ്ട് വരണം. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ ബിരിയാണി. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ബിരിയാണി ഇരിക്കണേ. അങ്ങനെ ബിരിയാണിയായി. ഇനി പശുവിനെ കൂടെ അഴിച്ചുകൊണ്ട് വരണം. അപ്പോഴത്തേക്കും ഇനി ചിക്കൻ്റെ പരിപാടിക്ക് ഇത്രയായിട്ട്. ഇതിലൊന്നും ഇനി കാണിക്കാനായിട്ടില്ല. ഇനി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ തൊഴുത്തിൽ ഇപ്പോൾ നേരമായിപ്പോയി. നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ അങ്ങടേക്കുള്ള കാര്യങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ പശുക്കിടാങ്ങൾ ഇവിടെ നിൽക്കുന്നു. അമ്മ അഴിക്കാൻ വന്നേണേ.
വേറൊരു കാഴ്ച ഇവിടെ ഞാൻ കണ്ടു. അപ്പുപ്പന്താടി. ഇവിടെ ഇതിന്റെ മരമുണ്ട്. ഇങ്ങനെ നിറച്ച് അപ്പുപ്പത്താടിയുണ്ട് ഇവിടെയൊക്കെ. അമ്മ അവിടെ നിന്ന് അഴിച്ചിടുമ്പോൾ തനത്താൻ അങ്ങ് പോവും വീട്ടില്. അപ്പുപ്പന്താടികളുടെ കൂട്ടം. അപ്പുപ്പന്താടിയിൽ ഉപ്പിട്ട് കെട്ടുന്ന ചെപ്പടി വിദ്യ കാണാം. അപ്പുപ്പന്താടി ഇതിലുള്ള ചെപ്പടി വിദ്യ കാണാം. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി. ഇതിന്റെ പുറത്തൊരു അപ്പന്താടി ഇരിക്കുക. അങ്ങനെ പശുവിനെയൊക്കെ കൊണ്ട് കെട്ടി അമ്മ ഇതാ നനയ്ക്കുന്നു. അങ്ങനെ തീറ്റിയൊക്കെ കൊടുക്കാൻ പോണു. തൊഴുത്തിലെ പണികളൊക്കെ തീർന്നു. ആദിക്കുട്ടൻ ആദ്യം അന്ന് കഴിക്കായിരുന്നു. അവന് ഈ പ്ലേറ്റിൽ കഴിക്കണേന്ന് ഇഷ്ടം. അതുകൊണ്ടാണ് ഈ പ്ലേറ്റിൽ കഴിക്കണേ. അവന് ബിരിയാണിയും നമ്മളെ നാടൻ കോഴിക്കറിയുമാണ്. അങ്ങനെ പപ്പയൊന്നും ഇത് കഴിക്കൂല. പപ്പയ്ക്കാണ് മരിച്ചിനി ചിക്കനും ഒക്കെ വെച്ചത്. അങ്ങനെ ഇത് പപ്പയ്ക്കുള്ള ചോറ്. ഇതെന്തോന്ന് പനീർ പൊരിച്ചത്. ഇനി ചിക്കൻ കറിയും കൂടെ എടുക്കണം. അങ്ങനെ ചിക്കനായി. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഉച്ച വരെയുള്ള വിശേഷം. ഉച്ച വരെ 3 ഇതുള്ള വിശേഷങ്ങള്. അങ്ങനെ നമ്മുടെ വീഡിയോ എല്ലാവരും ഫാം റൊട്ടീൻ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വേറൊരു കണ്ടന്റ് എടുത്തത്. നമ്മുടെ അല്ലാത്ത കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു ഡെയിലി റൊട്ടീൻ പോലത്തെ ഒരു വീഡിയോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും. ബൈ.